ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഈ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഒരു സുഹൃത്തും നമ്മുടെ ഒരു ബ്രദറിന് തുല്യമായുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് വിപിനേട്ടൻ്റെ വീട്ടിലാണ്. വിപിനേട്ടൻ്റെ വീട്ടിലെത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിപിനേട്ടൻ്റെ മോള് രുദ്രയെ കുറിച്ചിട്ട് ഇഷ്ടംപോലെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. രുദ്ര ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ നവമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇത്രയേറെ വൈറലായിട്ടുള്ള വേറൊരു കുട്ടി ഞങ്ങളുടെ നാട്ടിലില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഇവിടെ നല്ല ക്രൗഡായിരുന്നു. വീഡിയോ ചെയ്യുന്ന ഇഷ്ടംപോലെ കുറേ ചാനലുകളും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളും ഇവിടെ വന്നിട്ട് കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. എല്ലാവരും ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ രുദ്രയുടെ മറ്റ് കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആരും എടുത്തു കാണിച്ചിട്ടും വീഡിയോയിൽ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നമ്മളെ രുദ്രമോൾക്ക് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കുക. എവിടുന്നെങ്കിലും ഈ ഒരു വീഡിയോകളും കാര്യങ്ങളും കണ്ട് രുദ്രയ്ക്ക് എവിടുന്നെങ്കിലും കളിക്കാനുള്ള ഓഫറുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ രുദ്ര വെറും ഒരു ക്രിക്കറ്റ് പ്ലെയർ മാത്രമല്ല, നമ്മുടെ ഈ കളരി അങ്ങനത്തെ കലയിൽ ഈ വടി വീശുന്നൊരു സംഭവമുണ്ട്. അതിനെങ്ങനെയാണ് പറയാന്നുള്ളത് നമ്മളെ വിപിനോട്ടനോടും രുദ്രനോടും ഒക്കെ ചോദിക്കുക. എന്തെങ്കിലും പെർഫോമൻസ് നമുക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് കാണിച്ചു തരാനും ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നേരെ രുദ്രയുടെ അടുത്ത് പോയിട്ട് രുദ്രയുടെ വിശേഷങ്ങളും കളിയുടെ വിശേഷങ്ങളും രുദ്ര എങ്ങനെയാണ് ഈ ഒരു ഇതിലോട്ട് തിരിഞ്ഞെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ രുദ്രയുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, രുദ്രയുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് അകത്തോട്ട് കയറി. നമ്മുടെ വിപിനേട്ടനെ ഞാൻ വർഷങ്ങളോളം അറിയാം. പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ജിമ്മിലൊക്കെ ഒന്ന് പോയിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ട്രെയിനറായിട്ടുണ്ടായിരുന്നത് ഫിറ്റ്നസ് ട്രെയിനറും കൂടെയാണ് വിപിനേട്ടൻ. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വിപിനേട്ടൻ നമസ്കാരം. ഈ വ്ളോഗ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. കുറേ വർഷങ്ങളൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനും ഇങ്ങനെ ഈ ഒരു വീഡിയോസ് എടുക്കാൻ വേണ്ടി നടക്കാനുള്ള ഒരു പ്രചോദനമായത് മോളെ പോലത്തെ കുറേ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേ ചെറിയ പിള്ളേർ കുറേ നമ്മളെ ഈ പള്ളിപ്പുറത്ത് ഒരു കുട്ടി ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടുപോകുമ്പോഴാണ് എനിക്കിങ്ങനെ വീഡിയോ എടുക്കണം, കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മോളുടെ 1-2 പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ വൈറലായത്. അങ്ങനെ കണ്ടു. ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് മാധ്യമങ്ങളും നമ്മളെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഴിവിനനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒഴിവിനനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കാം. എത്ര വർഷമായി പോയി ക്രിക്കറ്റ് കളിക്കുക? ഞാൻ 3 വയസ്സ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. 3 വയസ്സ് തൊട്ടിട്ട്, അതായത് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സമയം തൊട്ടിട്ട്. സാധാരണയൊക്കെ ഈ ഒരു പ്രായത്തിലുള്ള വീട്ടിനോട് ചോദിക്കാം, ഈ പ്രായത്തിലുള്ള കുട്ടികൾ കളിക്കാൻ പോവാന്ന് പറയുമ്പോൾ വീട്ടുകാർ അറിയും മണ്ണിൽ കളിക്കല അകത്ത് കയറി. ഇപ്പത്തെ കാലം അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് മോളെ ഒരു കളിക്കാൻ വിടുക അങ്ങനെയല്ല. അവർക്ക് ഞാൻ ആദ്യം സ്മെല്ലൊക്കെ അറിയണ്ടോ, ഞാൻ നിങ്ങളുടെ നാട്ടിലോടൊക്കെ വന്നിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ക്രിക്കറ്റിന്റെ നമ്മള് കളിച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റാണ് കളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കളികളൊന്നും അത്ര നമ്മള്. അപ്പോൾ ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട് കളിക്കാൻ. ടൈം കിട്ടുമ്പോഴൊക്കെ ടൂർണമെന്റ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇവരൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഇവരെയും കൊണ്ടുപോകും. കാരണം ഇവര് ഫുൾ ടൈം എൻ്റെ അടുത്ത ഒപ്പാണ് വീട്ടിലെപ്പോഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരും കൊണ്ടുപോകും. ഞാനുണ്ട് പറയും. അപ്പോൾ കൊണ്ടുപോയപ്പോൾ ചെറുപ്പം മുതൽ ഗ്രൗണ്ടിലും അങ്ങനെ പോയിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്കും ബാറ്റും ബോളും വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് മുതൽ ബാറ്റും ബോളും തന്നെയാണ് ഇവരുടെ കളിപ്പാട്ടങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് അത് ഇതായത്. അല്ല പിന്നെ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മളായിട്ട് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല.
എന്റെ ഒഴിവ് സമയങ്ങൾ മുഴുവൻ ഞാൻ ബോൾ ഇട്ട് കൊടുക്കാനാണ്. നമുക്ക് പൊതുവെ ഒരു കുട്ടിയിലൊരു ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു കളിക്കാനുള്ള ഒരു മനോഭാവം കണ്ടുവരുന്ന സമയമുണ്ട്. അതെങ്ങനെ തിരിച്ചറിഞ്ഞു? അപ്പൊ നമ്മള് ഇപ്പൊ സ്വതവേ നമ്മളുടെ ഒരു നാട്ടിൻ പ്രദേശമാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുക മീൻസ് എഡ്യൂക്കേഷനാണ്. അതായത് സ്പോർട്സിലോട്ടോ അങ്ങനത്തെ ഒന്നും അല്ലാണ്ട് തന്നെ നമ്മള് പഠിപ്പ് കുട്ടികളെ അകത്തേക്ക് പഠിപ്പിക്കുക, പുറത്തിറങ്ങാനോ നോക്കുക. അപ്പൊ അതിന്ന് ഭയങ്കര വ്യത്യസ്തമായ മനുഷ്യനാണ്. അത് ശരിയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇവര് പഠിക്കാൻ സ്വാഭാവികമായിട്ടും പഠിക്കണല്ലോ. എന്തായാലും പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ മിക്ക കുട്ടികൾക്കും ഉണ്ടാവുന്ന ആക്ടിവിറ്റി ഒന്നെങ്കിൽ TV കാണുക, കാർട്ടൂണുകൾ കണ്ടിരിക്കുക, അല്ലാതെ മൊബൈലിൽ കളിക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരിക്കും. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ സംഭവങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ കൊടുത്തിട്ടില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. താല്പര്യക്കുറവുണ്ട്. ചെറുപ്പം പോലെ അതിനെ കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള കളികൾ, ആ കളികൾ ഞാൻ ഒന്നും പറയാറില്ല. എന്ത് കളികളെങ്കിലും ഓടി കളിച്ചോ അല്ലെങ്കിൽ പുറത്ത് എന്ത് വേണമെങ്കിലും കളികൾ കളിക്കും. വീടിന്റെ ഉള്ളിൽ നിന്ന് മൊബൈലിൽ കളിക്കുക, ആ വക പരിപാടികൾ ഞാൻ മുന്നേ സമ്മതിച്ചിട്ടില്ല, ഇപ്പോഴും സമ്മതിക്കുന്നില്ല. ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു പുറത്തുള്ള കളികൾ പറഞ്ഞാൽ പിന്നെ കാണുന്നത് ക്രിക്കറ്റാണ്. ഞാൻ TV-യിലാണെങ്കിൽ ഞാൻ കാണുന്നത് ക്രിക്കറ്റാണ് കാണുന്നത്. പിന്നെ അവർക്ക് കളിയിൽ ഒരു താല്പര്യം വന്ന് തുടങ്ങിയെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വീഡിയോസ് കാണിച്ചു കൊടുക്കും, ബാറ്റിങ്ങിന്റെ ഒക്കെ വീഡിയോസ് കാണിച്ചു കൊടുക്കും. പിന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കോപ്പി ചെയ്യുള്ളൂ. എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ട് കഴിഞ്ഞാൽ അത് കളിക്കാൻ നോക്കും, കോപ്പി ചെയ്യും. അപ്പൊ ചെറുപ്പം പോലെ കോപ്പി ചെയ്യുന്നില്ല. ചെറുപ്പം പോലെ നമ്മൾ ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ കണക്ട് ചെയ്യും, അടിക്കും. അപ്പോൾ ബോൾമ ബാറ്റുമ്പോൾ കൊള്ളിക്കിന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ കുറെ കാലം കളിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാവും അത് ആള് ഉള്ളിലുണ്ടോ ഇല്ല എന്നുള്ള മനസ്സിലാവും. അങ്ങനെയാണ് സംഗതി മനസ്സിലായത്. ഒന്നുകൂടി നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും. അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. അപ്പൊ അതും നന്നായിട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വന്നത്. അല്ലാണ്ട് ഞാൻ വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് തന്നെ പോകണം അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അല്ല, നമ്മളിപ്പോ കുറെ വൈറലായി. അങ്ങനെ ഒരു വൈറലാവാനുള്ള ഒരു എന്താണ്, വീഡിയോ ആണോ ഫസ്റ്റ് വൈറലാവുന്നത്? വീഡിയോന്റെ കാര്യം പറഞ്ഞാൽ എല്ലാരും പറഞ്ഞു ഇപ്പൊ ഞാനാണ് ഫേസ്ബുക്കിൽ ഇട്ടത് എന്നൊക്കെ പറയുമ്പോ ഞാൻ അച്ഛൻ ഫേസ്ബുക്കിൽ ഇട്ടു എന്നൊക്കെ ന്യൂസിൽ പറഞ്ഞു. ആക്ച്വലി എന്റെ ഫേസ്ബുക്കോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമോ സംഭവങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ഒരു ട്രെയിനറാണ് ജിമ്മില്. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഫേസ്ബുക്കിലൊക്കെ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കാറില്ല. പക്ഷെ ഇവള് കളിക്കുന്ന വീഡിയോ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കും. അല്ല, കളിക്കുന്നത് മുഴുവൻ വീഡിയോ എടുക്കും. വീഡിയോ ഇവളെ തന്നെയാണ് എടുക്കുക. ഞാൻ അവളോട് പറയും ഞാൻ അറിഞ്ഞു കൊടുക്കാമല്ലോ, എനിക്ക് രണ്ടും കൂടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ആള് വീഡിയോ എടുക്കും. അപ്പൊ അവർക്ക് കളിച്ചത് എന്താണെന്ന് അവർക്ക് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് അത് വലിയ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല. അവർക്ക് കാണണം അവളെങ്ങനെയാണ് കളിച്ചത്, അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് നല്ല ഷോട്ടുകൾ എടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഒരു പ്രാവശ്യം വൈഫിന്റെ ഒരു ജെയിംസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി കണ്ടിട്ട് ചോദിച്ചു, മോള് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിൽ കട്ട് ചെയ്തു, ഫേസ്ബുക്കിൽ കട്ട് ചെയ്തു. ശരി, ഇട്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയാണ് ഇട്ടത്. അങ്ങനെയാണ് ഇത് വൈറലായത്. പിന്നെ അത് കണ്ടപ്പോഴേക്കും പിന്നെ ട്രോൾ പട്ടാമ്പിയിലെ ആൾക്കാരെ ഇട്ടു, ട്രോൾ പാലക്കാട്. പിന്നെ അപ്പോഴേക്കും കണ്ടപ്പോഴേക്കും പിന്നെ MLA സാറ് വന്നു. സാറ് വന്നപ്പോഴേക്കും അത് പിന്നെ ചാനലുകാർ മുഴുവനെ വന്നിട്ട് MLA വന്നായിരുന്നു. പിന്നെ അതുപോലെ സ്റ്റേഷൻ തലേന്ന് ഇത് കുറെ ആൾക്കാർ വന്നു. ബാങ്കിൽ സർവീസ് ക്രിക്കറ്റ് കിറ്റൊക്കെ തന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായി. ഇപ്പൊ മോളോടാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ മോളെ തിരിച്ചറിയാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ നമ്മളെ നാട്ടിലോട്ടോ എന്തെങ്കിലും ഇപ്പൊ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ കൂടെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള വീടുകളിൽ നിന്ന് ആന്റിമാരും അങ്കിൾമാരൊക്കെ തൊട്ടടുത്തുള്ള കുറെ പേര്, അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ വൈറലായ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള. അപ്പോൾ ഉള്ള മോളുടെ ഒരു ഇതെന്താ, അവരായിട്ട് സംസാരിക്കുമ്പോ ഒരു സെലിബ്രിറ്റി ഫീലൊക്കെ വന്നു തുടങ്ങിയോ? കൊറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? അതായത് ഇങ്ങനെ മോളിങ്ങനെ കൊറേ വീഡിയോ കണ്ടിട്ടാണ് വരുന്ന കൊറേ ആംഗിൾസ് ഒക്കെ വന്നിട്ടുണ്ടാവല്ലോ ഇവിടെ, ഇല്ലേ? കൊറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? എന്താണ് ഇപ്പൊ എന്താ ഫീല്? ഇപ്പൊ സന്തോഷമുണ്ട്. എവിടെയൊക്കെ പോയി നീ കളിക്കണം, ക്ലബിനൊക്കെ വേണ്ടി കളിക്കണം, അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടോ? ഇപ്പൊ ഇവിടെ PCC-യിൽ വെച്ചിട്ട് ഒരു ഇതുണ്ടായിരുന്നു അല്ലേ? അത് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് നല്ല പെർഫോം ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പൊ അങ്ങനെ ഒരു ജേഴ്സി ഒക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാർ നോക്കി നിൽക്കുക ഇങ്ങനെ ഇറങ്ങുമ്പോ ആദ്യമായിട്ടല്ല അങ്ങനെ ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്താ തോന്നിയ? അങ്ങനെ കുറെ പിള്ളേരും കുറെ ആൾക്കാരും കുറെ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ അടുത്തൊക്കെ നിൽക്കുമ്പോ നമ്മളെ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തില് പൊതുവെ എങ്ങനെയാണോ അത് സംസാരിക്കാൻ?
അങ്ങനെയാണ്. അത് അങ്ങനെ വല്ലാതെ സംസാരിക്കുന്നില്ല. ഇത് പറഞ്ഞ ഇതിപ്പോ ചോദിക്കുന്ന പുതിയ ചോദ്യങ്ങളാണ്. ബാക്കിയുള്ളവരൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ വേറെ. ഞാനതാ പറഞ്ഞത്, ഞാൻ ഒരിക്കലും അവരെ കോപ്പി ചെയ്തിട്ട് അവരെന്താന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചു. ഇതിപ്പോ ഞാൻ ചോദിച്ചത് പ്രശ്നത്തില്ല. പക്ഷെ അവർക്ക് പരിചയമില്ലാത്ത ചോദ്യമാണ്. ഇപ്പൊ 8-12 പേര് വന്നിട്ടുണ്ടാവും. അവരൊക്കെയും തുടക്കത്തിൽ ഒരാളെ ചോദിക്കുമ്പോൾ ഇതേപോലെ ഇരുന്നിരുന്നു. പിന്നെ രണ്ടാമത്തെ ആളും ചോദിക്കുന്ന സെയിം ചോദ്യം. ബാക്കിയുള്ളവരൊക്കെ സെയിം ചോദ്യം ചോദിക്കും, നമുക്കത് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അല്ല, അങ്ങനെ കുറെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് നോക്കുമ്പോഴേ കുറെ ഫോട്ടോ എടുക്കാൻ കുറെ ആൾക്കാർ മൊബൈലൊക്കെ പിടിച്ചിട്ട് അപ്പൊ എന്തെങ്കിലും തോന്നിയോ, മനസ്സിൽ തോന്നിയോ ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയാല് സന്തോഷം അല്ലേ? അതെ. ഇനിയിപ്പോ എന്താണ് വലിയ ഒരു പ്ലെയർ ഒക്കെ ആയിട്ട് ഇനിയിപ്പോ ഇപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. ഇനി മുന്നോട്ട് പോകുമ്പോ നമ്മളെ കൊപ്പത്തൊരു സ്പോർട്സ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി പഠിക്കണം എന്നുണ്ട്. അവിടെ പ്ലസ് എഡ്യൂക്കേഷനും കൂടെയാണ്, സ്കൂളും കൂടെയാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഇനി പഠിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹമാണോ? അതല്ല നോർമലി ഇപ്പൊ പോകുന്ന സ്കൂളിൽ തന്നെ പഠിച്ച് നമ്മുടെ ഒരു സൈഡായിട്ട് ക്രിക്കറ്റിനെ കൊണ്ടുപോകാം, എങ്ങനെയാണ് മോളുടെ ആഗ്രഹം? ഞാനൊരു അക്കാദമിയിൽ ചേർന്നിട്ടുണ്ട്. എവിടെയാ? തൃശ്ശൂരിലാണ്. ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർന്നിട്ടുണ്ട്. എനിക്ക് പഠിപ്പും വേണം, കളിക്കും വേണം, രണ്ടും ഒപ്പം കൊണ്ടുപോകാനാണ്. ഇതല്ലാണ്ട് മോള് വേറെ എന്തെങ്കിലും പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ? ഞാന് കണ്ടംപററി ഡാൻസും പിന്നെ മാർഷൽ ആർട്സും ചെയ്യുന്നുണ്ട്. മാർഷൽ ആർട്സും ചെയ്യുന്നുണ്ട്. അത് പെർഫോമൻസ് നമുക്കൊന്ന് നോക്കി നോക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ദിവസമായി പ്രാക്ടീസ് ഇല്ലാന്ന് പറഞ്ഞു ചെയ്യാം. കാരണം എല്ലാ ചാനലിലും വന്നിട്ട് എല്ലാവരും ക്രിക്കറ്റ് മാത്രമാണ് എടുത്തത്. അതെ അതെ. ഞാന് ഒരിക്കലും നമ്മളൊരു കോപ്പി പേസ്റ്റ് ആവരുത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ചോദിക്കും. ഇനി എന്താണ് വീട്ടിലെ അനിയത്തിയാണ് ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്ത് തരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? അനിയത്തി എങ്ങനെ? അനിയത്തി പേരെന്താ? കൃതി. നല്ല വെറൈറ്റി പേരുകൾ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ക്രിക്കറ്റ് കളിക്കാൻ? ഡാൻസോ? എങ്ങനെയാണ് ആളുടെ എന്തെങ്കിലും ക്രിക്കറ്റിലോ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടോ? ഇവള് തന്നെ ബാറ്റിംഗ് ചെയ്യും. പിന്നെ അവൾക്ക് ആയിട്ടില്ല, ചെറുതല്ലേ, അപ്പൊ 2ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. അപ്പൊ അവളുടെ രീതിയിൽ ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ബൗളിങ്ങോ ഫീൽഡിങ്ങോ ഒക്കെ നമ്മൾ കുറച്ചുകൂടി ടൈം എടുക്കും. ഇവക്ക് തന്നെ അതൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ ഒക്കെ പിള്ളേരുണ്ടെങ്കിലും അവരെ ഉയർത്തി കൊണ്ടുവരാൻ ഒരു ക്ലബോ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളോ മുന്നോട്ട് വരാത്തൊരു സാഹചര്യമാണ്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടീനെ തേടി ഇത്രയും ആൾക്കാർ ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിലും പറഞ്ഞു തരാൻ നമ്മള് ബ്രദറാണ്. അപ്പോ ഇങ്ങനെ ഒരു ഇവിടെ എത്തിയിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പോ ഇനി മുന്നോട്ടുള്ള യാത്രകൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് വിപിനേട്ടന്റെ ഫാമിലി ആഗ്രഹം. അത് അതിന്റെ ഒരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ എന്തായാലും ഒരു അക്കാഡമിയിൽ ചേർക്കും. തൃശ്ശൂരാണ്, നമുക്കറിയാലോ, ദൂരം. ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ. തൃശ്ശൂർ ട്രൈഡന്റ് എന്നാണ് അക്കാഡമിയുടെ പേര്. KCAയുടെ മുൻ കോച്ചായിട്ടുള്ള ശശിധരൻ സാറാണ് അതിന്റെ ഹെഡ് കോച്ചായിട്ടുള്ള ശശിധരൻ സാറാണ് അവിടുത്തെ കോച്ച്. അപ്പോൾ അവിടെ ഒരുപാട് പിള്ളേർ, പല സ്ഥലത്തുള്ള പിള്ളേർ വന്നിട്ട് ഒരുപാട് ദൂരത്ത് വരെ വന്നിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് ഞാൻ അത്രയും നല്ല ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മൂപ്പരടുത്ത് തന്നെ പോകാൻ പറ്റി എന്നുള്ളത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ദൂരം ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് പോയി വരാം. തൽക്കാലം നമ്മളൊരു വീക്കെൻഡ് ക്ലാസ്സിന് പോയിട്ട് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മളെന്തായാലും പിന്നോട്ട് ഇല്ല. അതായത് നമ്മള് ഇനിയിപ്പം സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ എല്ലാം എന്റെ ഇതിലായിരിക്കും. കാര്യം എല്ലാവരും സപ്പോർട്ട് പ്രഖ്യാപിച്ചു, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ കൊണ്ടുവരിക അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ബാക്കിയുള്ള എല്ലാവരും പോകും. ഇപ്പൊ എല്ലാവരും വന്ന് കാണുന്ന
വിപിനേട്ടാ നമ്മൾ മോളുടെ ഈ ഒരു സംഭവത്തിന് എന്താ പറയാ? ഞാൻ പറഞ്ഞ സ്പെല്ലിങ് മാറിപ്പോയ പ്രശ്നം. ഇത് ശരിക്കും കളരിയിൽ വടിവീശു എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ഇവര് വുഷൂല് ഇത് വരുന്നുണ്ട്, ഒരു ഇവന്റ് വെപ്പൺസിൽ ഈ സംഭവം വരുന്നുണ്ട്. വെപ്പൺസ് കുറെ വെപ്പൺസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ നെഞ്ചക്കൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. നെഞ്ചക്ക് അതുപോലെ തന്നെ കാമ എന്ന് പറഞ്ഞിട്ട് സാധനം വരുന്നുണ്ട്. അപ്പോൾ വെപ്പൺസ് ഒരുപാടെണ്ണം വരുന്നുണ്ട്. അതിലൊരു സാധനമാണ് ഇത്. നമുക്ക് സാധാരണ കളരിയിൽ പറഞ്ഞ പോലെ വടിവീശ് തന്നെ പറയാം. തമിഴ്നാട്ടിൽ സിലമ്പാട്ടം എന്ന് പറയും. സിലമ്പാട്ടം അവിടെ ടൂർണമെന്റ്സ് ഒക്കെ നടക്കും. ശരിക്കും ഇപ്രാവശ്യം ടൂർണമെന്റ് കിട്ടണ്ടായിരുന്നു, പക്ഷേ ഈ കൊറോണ കാരണം അത് പോയി. ഓക്കെ ഓക്കെ. ഇപ്പോൾ മോൾക്ക് ഏതെങ്കിലും ക്ലബ്ബുകളിൽ നിന്നൊക്കെ ഓഫർ വന്നിട്ടുണ്ടോ? എന്തിന്റെ? ക്രിക്കറ്റിന്റെ. ക്രിക്കറ്റ് ക്ലബ്ബുകൾ പറഞ്ഞാൽ നമ്മുടെ PCC ക്ലബ്ബ്. അല്ല, ഞാൻ ചോദിക്കുന്നു പുറത്ത് എവിടെയെങ്കിലും കളിക്കാനുള്ള അവസരങ്ങൾ. അതിനായിട്ടില്ല, അത് കുറച്ചും കൂടി കഴിയണം. അല്ല, ഇവരെ ഏജിലില്ല. ഇല്ല, അണ്ടർ 13 ആണ് സ്റ്റാർട്ട് വരുന്നത് അല്ലേ? അത് നമുക്ക് ടൂർണമെന്റ്സിനും അല്ല സെലക്ഷന് പോയിട്ട് തന്നെ കിട്ടേണ്ടത്. ഇപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഇവിടെയാണോ? ഇവിടെ തന്നെ അതെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി മോൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞു നമ്മളെ വ്യൂവേഴ്സിനോട്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് രുദ്ര, മോളുടെ പേര് രതി, അതേമാതിരി വിപിനേട്ടനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. രുദ്രമോളെ പോലെയുള്ള കഴിവുള്ള കുട്ടികളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അത്രമാത്രമേ പറയാനുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. ഒരു ബൈ പറഞ്ഞാളെ എല്ലാവരോടും.